250 രൂപയുടെ സാധനം 240 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ 350 രൂപയുടെ സാധനം 250 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുമ്പോഴായിരിക്കും കച്ചവടം കൂടുക. താരതമ്യേന വില കുറഞ്ഞ സാധനങ്ങൾ 100 രൂപയുടെയോ അല്ലെങ്കിൽ 1000 രൂപയുടെയോ ഒക്കെ സാധനങ്ങൾ ഇത്ര രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് തോന്നുക. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബിസിക്നൈറ്റ്. മൈസെൽഫ് CA ജോസ്വിൻ ടോണി, എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. 2002 ഡാനിയൽ കാനമാൻ എന്ന സൈക്കോളജിസ്റ്റിന് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത റിസർച്ച് വർക്കാണ് പ്രോസ്പെക്ട് തിയറി. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ആളുകൾ അവരുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്ന രീതി പലപ്പോഴും എക്കണോമിക്കലി ശരി എന്ന് തോന്നുന്നതിനെ കോൺട്രഡിക്റ്റ് ചെയ്യും എന്നതാണ്. തീരുമാനങ്ങൾ പലപ്പോഴും നമ്മൾ കരുതുന്നത് പോലെ അത്ര റാഷണൽ ആയിരിക്കണമെന്നില്ല. നമ്മുടെ പല ഫിനാൻഷ്യൽ ഡിസിഷൻസും ഇമോഷണലിയും സൈക്കോളജിക്കലിയും ആകാറുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് പിന്നീട് നടന്ന പല പഠനങ്ങളെയുമാണ് നമ്മൾ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. ഈ പഠനങ്ങളിൽ നടന്ന ചില കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഓഫേഴ്സ് കൂടുതൽ പോപ്പുലർ ആകുന്നത് എന്നതിനെക്കുറിച്ചും ചില സൂചനകൾ തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും കസ്റ്റമേഴ്സ് ഒരു പ്രൈസിനെ ജഡ്ജ് ചെയ്യുന്നത് ഒരു കമ്പാരിസൺ പോയിന്റിനെ വെച്ചിട്ടാണ് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ താരതമ്യേന അത്യാവശ്യം പ്രായമുള്ള ആളുകൾ ഇന്നുള്ള പല സാധനങ്ങളെയും വളരെ കോസ്റ്റ്ലി ആണെന്ന് കരുതാറുണ്ട്. ഇതിന് പുറകിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇതേ സാധനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ ഇവർക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പലരും ഒരു നേരത്തെ ഊണിന് 100 രൂപ എന്ന് കേൾക്കുമ്പം അത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് കരുതുന്നത് ആക്ച്വലി നമ്മൾ പലരും 20 രൂപയ്ക്ക് പണ്ട് നല്ല ഊണ് കഴിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പല സാധനങ്ങളുടെയും ചിലവും ഒരു ഹോട്ടൽ നടത്താൻ വേണ്ടി വരുന്ന മറ്റ് എക്സ്പെൻസുകളൊക്കെ കണക്കാക്കിയാൽ 100 രൂപ ആക്ച്വലി വലിയൊരു കോസ്റ്റ് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും നമ്മൾ പോലും അറിയാതെ ഇപ്പോഴും പണ്ടത്തെ ആ 20 രൂപയുടെ ഊണുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി നമ്മുടെ ഈ ഒരു സൈക്കോളജി എങ്ങനെയാണ് ഒരു പ്രൈസ് പ്രസൻറ്റ് ചെയ്യാൻ ബിസിനസ്സുകൾ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൈസിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ കമ്പാരിസൺ പോയിന്റിനെയാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രൈസിനെ താരതമ്യേന കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ ഇതിനെ ഒരു ഓഫർ എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മുടെ ഒറിജിനൽ പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ആ ഒറിജിനൽ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിലവിലുള്ള പ്രൈസ് കുറവായിട്ട് തോന്നുകയും മേടിക്കാനുള്ളൊരു ടെൻഡൻസി നമ്മൾ പോലും അറിയാതെ കൂടുകയും ചെയ്യും എന്നുള്ളതാണ് പഠനം. ഇനി ഈ റെഫറൻസ് പോയിന്റും നിലവിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസും തമ്മിലുള്ള ഗ്യാപ്പ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം മേടിക്കാനുള്ള ആളുകളുടെ ടെൻഡൻസിയും കൂടും എന്നുള്ളതാണ് റിസർച്ച് പറയുന്നത്. ഉദാഹരണത്തിന് 250 രൂപയുടെ സാധനം 240 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ 350 രൂപയുടെ സാധനം 250 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുമ്പോഴായിരിക്കും കച്ചവടം കൂടുക. രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള ഓഫറുകൾ കൂടുതൽ പോപ്പുലർ ആകുന്നത് അത് അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഓഫറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്. അതായത് വർഷത്തിൻ്റെ എല്ലാ ദിവസവും 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് മേടിക്കുന്ന ആൾ അതിനത്ര വില കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ള ഓഫറുകളെക്കുറിച്ച് ആളുകൾ കൂടുതൽ സംസാരിക്കുകയോ അത് വൈറലാവുകയോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. മറിച്ച് കുറച്ച് ദിവസം മാത്രമുള്ള ഓഫറുകൾ അല്ലെങ്കിൽ ചില ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഓഫറുകൾ ഇതിനെക്കുറിച്ച് ആളുകൾ അവരുടെ ഇടയിൽ കൂടുതലായിട്ട് സംസാരിക്കുകയും കച്ചവടത്തിന് പുറമെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് കുറച്ച് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി കിട്ടുകയും ചെയ്യും. മൂന്നാമതായിട്ട് ഇത്തരത്തിലൊരു ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പേഴ്സൻറ്റേജ് ആയിട്ട് ഡിസ്കൗണ്ട് പറയണോ അതോ അബ്സല്യൂട്ട് ഫിഗേഴ്സിൽ ഡിസ്കൗണ്ട് പറയണോ എന്നത് സംബന്ധിച്ച റിസർച്ചാണ്. ഇവിടെയും നമ്മൾ നോക്കുന്നത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഡിസ്കൗണ്ട് വലുതായിട്ട് തോന്നുന്നത് എന്നാണ്. താരതമ്യേന വില കുറഞ്ഞ സാധനങ്ങൾ 100 രൂപയുടെയോ അല്ലെങ്കിൽ 1000 രൂപയുടെയോ ഒക്കെ സാധനങ്ങൾ ഇത്ര രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് തോന്നുക. എന്നാൽ അതേസമയം കുറച്ച് വില കൂടിയ സാധനം, ഫോർ എക്സാമ്പിൾ 1,00,000 രൂപയുടെ ഒരു സാധനത്തിന് 10% ഡിസ്കൗണ്ട് എന്ന് പറയുന്നതിനേക്കാൾ സൈക്കോളജിക്കലി നമുക്ക് കണക്റ്റഡ് ആവുക അല്ലെങ്കിൽ വലുതായിട്ട് തോന്നുക 10,000 രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴായിരിക്കും എന്നതാണ് പല പഠനങ്ങളും പല റിസർച്ചുകളും സൂചിപ്പിക്കുന്നത്. ബിസിനസ്സുകളെ അല്ലെങ്കിൽ ബിസിനസ്സുകൾ പ്രസൻറ്റ് ചെയ്യുന്ന ഓഫറുകളെ ഇത്തരത്തിൽ വൈറലാക്കുന്ന കൂടുതൽ സ്ട്രാറ്റജീസ് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഔട്ട് വൈറൽ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ, ആൻഡ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.